നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 18 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കല, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നല്ല അവസരങ്ങൾ തേടിയെത്തുന്ന ദിവസമാണിത്. അതുവഴി സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും വിശേഷപ്പെട്ട പാരിതോഷികങ്ങൾ കരസ്ഥമാക്കാനും സാധിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഉയർന്ന ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ നേരിടാനും അതിൽ മികച്ച വിജയം കൈവരിക്കുവാനും സാധിക്കും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അർഹതപ്പെട്ട നല്ല തൊഴിൽ അവസരങ്ങൾ വന്നുചേരും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും പ്രശസ്തിയും ഈ രാശിക്കാർക്കെന്ന് പ്രതീക്ഷിക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക ഇടപാടുകളിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും അതീവ സംയമനം പാലിക്കേണ്ട ദിവസമാണിത്. അനാവശ്യമായ പുതിയ ബന്ധങ്ങൾ കുടുംബജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പങ്കാളിയുമായി അസ്വാരസ്യങ്ങളോ പരസ്പര അകൽച്ചയോ ഉണ്ടാകാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കലാ, സാഹിത്യം, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും തേടിയെത്തുന്ന ശുഭദിനമാണിത്. ദൂരദേശ യാത്രകൾക്ക് അവസരമുണ്ടാകും. ദീർഘനാളായി അലട്ടിയിരുന്ന ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്ക് ശമനം ലഭിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽ രംഗത്ത് മികച്ച വിജയവും ശത്രുദോഷ ശമനവും സാമ്പത്തിക ലാഭവും കൈവരുന്ന ദിവസമാണിത്. സ്ത്രീകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ നല്ല അവസരങ്ങൾ ലഭിക്കും. ബിസിനസ് രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വലിയ ലാഭത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യം ഉണ്ടാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തിരക്കുകൾക്കിടയിലും സമയത്തിന് ആഹാരം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യക്കുറവിന് സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ചെലവുകൾക്കോ ധനനഷ്ടത്തിനോ ഇടയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. ജാഗ്രത പുലർത്തുന്നത് ഗുണം ചെയ്യും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. മാതാവിനോ മാതൃതുല്യരായ ബന്ധുക്കൾക്കോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായേക്കാം. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നഷ്ടങ്ങൾ സംഭവിക്കാതെ നോക്കണം. തൊഴിൽ വിജയം പ്രതീക്ഷിക്കാമെങ്കിലും ഇടയ്ക്കുള്ള വരുമാനക്കുറവോ ജോലി ഭാരമോ അല്പം അലട്ടിയേക്കാം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പുതിയ വീടോ വാഹനമോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള നല്ല സാഹചര്യങ്ങൾ ഒത്തുവരുന്ന ദിവസമാണിത്. വൈദ്യശാസ്ത്ര രംഗത്തോ അനുബന്ധ മേഖലകളിലോ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വലിയ അംഗീകാരങ്ങൾ നേടാനും സാധിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സാമ്പത്തികമായി മികച്ച നേട്ടങ്ങളും കാര്യപ്രാപ്തിയും അനുഭവപ്പെടുന്ന ശുഭദിനമാണിത്. നല്ല ഭക്ഷണ സുഖം ലഭിക്കും. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും. സമൂഹത്തിലെ വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനും അവരിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കാനും യോഗമുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യം കാണിക്കുമെങ്കിലും തിരികെ മോശമായ അനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ശത്രുദോഷം, കുടുംബകലഹം, നിയമപരമായ തടസ്സങ്ങൾ എന്നിവ അലട്ടാൻ ഇടയുള്ളതിനാൽ ഓരോ നീക്കത്തിലും വിവേകം പുലർത്തുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബാംഗങ്ങളുടെയോ പങ്കാളിയുടെയോ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ട ദിവസമാണിത്. ഉറക്കക്കുറവോ ദുസ്വപ്നങ്ങളോ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ മനസ്സിനെ ശാന്തമായി നിലനിർത്താൻ ശ്രദ്ധിക്കുക. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുന്നത് മനസ്വസ്ഥത നൽകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്കോ സഹായങ്ങൾക്കോ അപേക്ഷിച്ചവർക്കത് അനുകൂലമായി ലഭിക്കാൻ യോഗമുള്ള ദിവസമാണിത്. ജോലിസ്ഥലത്ത് മേലധികാരികളുടെ പൂർണ്ണമായ പ്രീതിയും പിന്തുണയും ലഭിക്കും. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.